ജനുവരി 31, 2018 ടെഹ്റാനിലെ ജൊറാബാദ് ജില്ലയിലെ ഒരു രഹസ്യ വെയർഹൌസ്. ഒരു പ്രൊജക്ടിന്റെ അച്ചടിച്ച 55,000 പേജുകൾ, വീഡിയോകൾ, ഫോട്ടോകൾ, അധിക രേഖകൾ എന്നിവ അടങ്ങിയ 183 സിഡികൾ. എല്ലാത്തിനും കൂടി ആകെ തൂക്കം 1/2 ടണ്ണോളം, അതായത് 500 കിലോഗ്രാം ഭാരം. ഇറാന്റെ രഹസ്യ ആണവ പദ്ധതിയുടെ നിർണായക വിവരങ്ങളായിരുന്നു അത്. ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിഭാഗം മൊസാദ് ഇതൊക്കെ അങ്ങ് തൂക്കി, അതും ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക്. ഇസ്രായേലി ഇന്റലിജൻസ് സർക്കിളുകളിൽ ഓപ്പറേഷൻ പാൻഡോറ ബോക്സ് എന്ന് വിളിക്കുന്ന ആ ഓപ്പറേഷനിലൂടെയാണ് ഇറാൻ ലോകത്തെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് ഇസ്രായേൽ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തത്. മൊസാദ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ തലച്ചോറാണ് ആ ഓപ്പറേഷൻ നടത്തിയത്. രൂപീകരിക്കപ്പെട്ട 1949 മുതലുള്ള ചരിത്രത്തിൽ ഇന്നോളമുള്ള ഏറ്റവും കൃത്യതയായി, ഏറ്റവും പ്രിസൈസ്ലി കാലിബ്രേറ്റഡ് ക്യാമ്പയിൻ എന്ന് വിളിക്കപ്പെട്ട ഇന്റലിജൻസ് അറ്റാക്ക്. ഇറാന്റെ നട്ടെല്ല് തകർത്ത, ചോര ചീന്താത്ത ഖമനയുടെ മൂക്കിന്റെ തുമ്പിൽ നിന്ന് നടത്തിയ ഇന്റലിജൻസ് ഓപ്പറേഷൻ. 1949 മുതൽ രൂപീകൃതമായ ഘട്ടം മുതൽ ഇന്റലിജൻസ്, സബോട്ടാഷ്, രഹസ്യ കൊലപാതകങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയിൽ ലോകത്തെ ഞെട്ടിച്ച നിരവധിയായ പ്രശസ്തമായ ഓപ്പറേഷനുകൾ മൊസാദ് ഇത്തരത്തിൽ നടത്തിയിട്ടുണ്ട്. മറ്റൊരു വിഭാഗമാണ് അമേരിക്കയുടെ CIA. ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ഏജൻസിയായ അമേരിക്കയുടെ CIA അഥവാ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി 1947 രൂപീകൃതമായത് മുതൽ ആഗോള രാഷ്ട്രീയത്തിലും സൈനിക നീക്കങ്ങളിലും നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ശീതയുദ്ധ കാലം മുതൽ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾ വരെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ, രഹസ്യ സൈനിക നടപടികൾ നടത്താനും CIA നടപ്പിലാക്കിയ ഓപ്പറേഷന് കയ്യും കണക്കുമില്ല. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ നമ്മുടെ മുന്നിലേക്ക് വന്ന ഉദാഹരണമായിരുന്നു ഈ വർഷം ഫെബ്രുവരി 28 ടെഹ്റാനിലെ പരമോന്നത നേതൃത്വ കോമ്പൗണ്ടിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIAയുടെ പൂർണ്ണ സഹായത്തോടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം ലോകത്തെ മുഴുവൻ നടുക്കി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അത്യാധുനിക സർവേലൻസ് സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് ഇസ്രായേലും CIAയും സംയുക്തമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ആ മിന്നലാക്രമണത്തിലാണ് ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനൈ കൊല്ലപ്പെടുന്നത്. എന്നാൽ ആ വൻ തിരിച്ചടിക്ക് തൊട്ടു പിന്നാലെ മാർച്ച് 8 ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന്റെ മകൻ മൊജ്തബ ഖമനൈ പിന്നീട് എങ്ങോട്ട് പോയി? ഇസ്രായേലിന്റെ അഭിമാനമായ സൈബർ ഇന്റലിജൻസ് മാന്ത്രികർ യൂണിറ്റ് A200നും ലോകത്തിലെ ഏറ്റവും ശക്തരായ അമേരിക്കൻ CIAയ്ക്കും ഇതുവരെ മൊജ്തബയെ ഒന്ന് തൊടാൻ പോലും സാധിച്ചിട്ടില്ലെന്നത് ആഗോള ചാര സംഘടനകളെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. സാങ്കേതികവിദ്യയുടെ സർവ്വമേധാവിത്വവുമുള്ള ഈ ആധുനിക കാലത്ത് ഏത് ഒളിത്താവളവും അരിച്ചു പെറുക്കാൻ ശേഷിയുണ്ടെന്ന് അവകാശപ്പെടുന്ന ആഗോള ഏജൻസികൾക്ക് മുന്നിൽ തികച്ചും ഒരു രഹസ്യ നിഴലായി മാറിയിരിക്കുകയാണ് 56-കാരനായ ഈ പുതിയ ഇറാനിയൻ അമരക്കാരൻ. 5 മാസത്തോളമായി മൊജ്തബ ഖമനൈ നടത്തുന്ന ഈ കാണാമറയത്തെ നിഗൂഢ ഭരണചക്രം CIAയും മൊസാദിനെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയം തന്നെയായാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം അതിനൂതന ഉപഗ്രഹ നിരീക്ഷണങ്ങളും അത്യാധുനിക ഹാക്കിംഗ് സംവിധാനങ്ങളും അണിനിരത്തിയിട്ടും ഇറാന്റെ പുതിയ പരമോന്നത നേതാവിന്റെ ഒരു ചെറിയ ചലനം പോലും ചോർത്തിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. 5 മാസമായി യാതൊരുവിധ ഡിജിറ്റൽ അടയാളങ്ങളും അവശേഷിപ്പിക്കാതെയാണ് മൊജ്തബ രാജ്യത്തിന്റെ അമരം ഭരിക്കുന്നത്. കയ്യിലൊരു സ്മാർട്ട് ഫോണോ ലാപ്ടോപ്പോ ഇല്ല. യാതൊരുവിധ ഡിജിറ്റൽ ഫുട് പ്രിന്റുകളും ബാക്കിയില്ല. അതീവ സുരക്ഷിതമായ രഹസ്യ സന്ദേശങ്ങൾ കയ്യെഴുത്തു പ്രതികളായി വിശ്വസ്തരായ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സ് അഥവാ IRGCയുടെ പ്രത്യേക കൊറിയർ വഴി മാത്രം കൈമാറും. സാങ്കേതികവിദ്യയെ പൂർണ്ണമായും പടിക്കപ്പുറത്ത് നിർത്തിയുള്ള ഈ പഴയകാല ശൈലി തന്നെയാണ് ആധുനിക സാങ്കേതികവിദ്യയിൽ വീമ്പ് പറയുന്ന പാശ്ചാത്യ ഇന്റലിജൻസിന്റെ സൈബർ ഇന്റലിജൻസ് ശൃംഖലകളെ ഒന്നാകെ പൂർണ്ണമായി നോക്കുകുത്തിയാക്കുന്നത്. തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ ഖമനൈയെ തെരഞ്ഞുപിടിച്ച് വധിക്കാൻ കഴിഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന് ശേഷം അധികാരത്തിലെത്തിയ മൊജ്തബയുടെ അപ്രത്യക്ഷമാകൽ വഴി ഇസ്രായേലിന്റെ തന്ത്രപരമായ നീക്കങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. ടെഹ്റാനിലെ അതീവ സുരക്ഷിതമായ ഭൂഗർഭ ബങ്കറുകളിലോ അല്ലെങ്കിൽ പവിത്ര നഗരമായ ഖോമിന് സമീപമുള്ള അതിവിശാലമായ തുരങ്ക ശൃംഖലകളിലോ ആവാം അദ്ദേഹം കഴിയുന്നതെന്നാണ് വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക കണക്കുകൂട്ടൽ. എന്നാൽ ശത്രുക്കളുടെ ശ്രദ്ധ തിരിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും ഇറാൻ നിരവധി വ്യാജ ഒളിത്താവളങ്ങളെയും ഡെക്കോയികളെയും ഉപയോഗിക്കുന്നുണ്ടെന്ന സംശയവും ശക്തമാണ്. അയത്തുള്ള അലി ഖമനൈയെ വധിച്ച അന്നത്തെ കടുപ്പമേറിയ വ്യോമാക്രമണത്തിൽ മൊജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിലും അദ്ദേഹം പൂർണ്ണമായും ജീവനോടെ ഉണ്ടെന്നും പ്രവർത്തനം തുടരുന്നു എന്നുമാണ് CIAയുടെ വിലയിരുത്തൽ. എങ്കിലും ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കാനോ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനോ അദ്ദേഹം ഇതുവരെയും തയ്യാറായിട്ടില്ല. സ്വന്തം പിതാവിന്റെ മരണാനന്തര ചടങ്ങിൽ പോലും അദ്ദേഹം പങ്കെടുത്തില്ല. പരമ്പരാഗത നവറൂസ് പുതുവത്സര സന്ദേശം പോലും ടെലഗ്രാമിൽ ഒരു ചെറിയ ലിഖിതക്കുറിപ്പായി മാത്രം പുറത്തിറക്കുകയാണ് ചെയ്തത്. തങ്ങളെ വിടാതെ പിന്തുടരുന്ന ശത്രുക്കളുടെ സൈബർ ബലക്കണ്ണികളെ പൂർണ്ണമായി നിഷ്പ്രഭമാക്കി IRGCയുടെ കവചത്തിനുള്ളിൽ അദ്ദേഹം നടത്തുന്ന ഈ നിഗൂഢമായ ഒളിച്ചുകളി പാശ്ചാത്യ ശക്തികൾക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട്. മുൻഗാമിയേക്കാൾ കടുത്ത നിലപാടുകാരനായ മൊജ്തബയുടെ അഭാവത്തിലും അദ്ദേഹത്തിന്റെ പിന്തുണയോടെ IRGC സൈനിക തീരുമാനങ്ങളിലും ഭരണത്തിലും
കൂടുതൽ പിടിമുറുക്കി കഴിഞ്ഞു. മൊസാദും സിഐയും എത്രയൊക്കെ സാങ്കേതിക കഴിവുകൾ അവകാശപ്പെട്ടാലും ഡിജിറ്റൽ ലോകത്തിന് പുറത്തു നിൽക്കുന്ന ഒരു നിഴൽ നേതാവിനെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല എന്നാണ് ലോകം വിലയിരുത്തുന്നത്. ഇറാന്റെ പരമോന്നത നേതാവിനെ വധിച്ചുവെന്ന വലിയ അവകാശവാദം ഉന്നയിക്കുമ്പോഴും അദ്ദേഹത്തിന് പിൻഗാമിയെ തടയാനോ കണ്ടെത്താനോ കഴിയാതെ നിരാശരായി നിൽക്കുകയാണ് ഇന്ന് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും രഹസ്യാന്വേഷണ ഏജൻസികൾ. മാത്രമല്ല, യുദ്ധമാണെങ്കിൽ എല്ലാ ദിവസവും പല രീതിയിൽ മാറി മറിയപ്പെടുന്നു. ഒരിടത്തും തീരുമാനമാകുന്നില്ല. ഇറാനിലെ ഭരണ നേതൃമാറ്റം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയോടുകൂടി ആരംഭിച്ച യുദ്ധത്തിനും അതിൻ്റെ ഫലം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും മൊജിദബ എവിടെയെന്ന് ആർക്കും അറിയില്ല. മൊജിദബ ആരോടും സംസാരിക്കുന്നില്ല, ബന്ധുക്കളോട് അടുപ്പം കാണിക്കുന്നില്ല. സ്വന്തം ബന്ധുക്കൾ, പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ കൊല്ലപ്പെട്ട ഏറ്റവും അവസാനത്തെ ചടങ്ങിൽ പോലും അദ്ദേഹം പങ്കെടുത്തില്ല. എന്തായാലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ രഹസ്യാന്വേഷണ ഏജൻസികളെല്ലാം ഉള്ളത് തന്നെ.